നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. തൊടിക്കളം ക്ഷീരസംഘത്തിലെ കർഷകർക്കുള്ള അനുമോദനവും കറവുമാടുകളിലെ അകിടുവീക്ക നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൊടിക്കളം വായനശാല ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിൽമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച സംഘത്തിനുള്ള അവാർഡ്, പേരാവൂർ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഏറ്റവും ഗുണമേന്മയുള്ള പാൽ സംഭരിച്ച് വിതരണം ചെയ്തതിനുള്ള അവാർഡ് എന്നിവ നേടിയ തൊടിക്കളം ക്ഷീരസംഘത്തിലെ കർഷകർക്കുള്ള അനുമോദനവും കറവുമാടുകളിലെ അകിടുവീക്ക നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൊടിക്കളം വായനശാല ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഉൽപാദനത്തിൽ പേരാവൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹകരണ സംഘമാണിത്. നമുക്കറിയാം, ഗുണമേന്മയുള്ള പാലെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഇന്നത്തെ കാലത്ത് ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും മായം കലർന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ കർഷകരിൽ നിന്ന് ഗുണമേന്മയുള്ള പാല് കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും അത് ലഭ്യമാക്കുന്ന രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘമാണ് തൊടിക്കളം ക്ഷീരോത്പാദന സംഘം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരോത്പാദന മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ക്ഷീരമേഖലയിൽ ഉൽപാദന ചെലവ് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീരമേഖലയിൽ ഇന്ന് കർഷകർ കടന്നു വരാത്ത ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ ഉൽപാദന ചെലവ് നമുക്കറിയാം, ഓരോ വർഷം കൂടുന്നതിനെ കാലിത്തീറ്റയുടെ വലിയമായ വില വർധനവും, അതോടൊപ്പം തന്നെ അവർക്കുള്ള തീറ്റപ്പുൽ കൃഷിയും പഞ്ചായത്തുകളിലെ നിലവിലൂടെ നമുക്ക് തീറ്റപ്പുൽ കൃഷിയെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്. സംഘം പ്രസിഡന്റ് MP സതീശൻ അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ കർഷകർക്കായി അകിടുവീക്ക നിവാരണത്തിനുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് മിൽമ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ വിളിച്ചു ചേർത്തത്. സമയം കുറച്ച് വൈകി, അതിനാൽ അധ്യക്ഷ പ്രസംഗം എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കണ്ണൂർ മിൽമ സംഘടിപ്പിച്ച പരിപാടിയിൽ മേധാവി ചിൽസു ക്ലാസ് എടുത്തു. മിൽമ സൂപ്പർവൈസർ ആദർശ്, വി സുനിൽകുമാർ, VT അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ പേടിക്കേണ്ടതും നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതും എന്താണ്? പ്രകടമല്ലാത്ത അകിടുവീക്കത്തിനാണ്. കാരണം ഈ അകിടുവീക്കം നമുക്കറിയാം, 1-2 തരം ബാക്ടീരിയകളാണ് ഇതിന് അകിടുവീക്കം ഉണ്ടാക്കുന്നത്. അപ്പം ഈ പ്രകടമായിട്ടുള്ള അകിടുവീക്കാകുമ്പോൾ നമുക്കത് മനസ്സിലാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട മരുന്ന് കൊടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തും. എന്നാൽ പ്രകടമല്ലാത്ത അകിടുവീക്കം എന്ന് പറയുമ്പോൾ യാതൊരു ലക്ഷണങ്ങളും പശുക്കളിൽ കാണില്ല. യാതൊരു ലക്ഷണമില്ല, പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കോ? ഇല്ല. അപ്പം തന്നെ എന്താ, പ്രകടമല്ലാത്ത അകിടുവീക്കം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ പാല് കുറേശ്ശെ കുറവ് വരും. പശുവിനുള്ള ഉത്പാദനക്ഷമതയിൽ പാല് കുറേശ്ശെ കുറയും, ക്വാളിറ്റിയിലും ചെറിയ ഫാറ്റിലും അതുപോലെ തന്നെ റീഡിങ്ങിലും ചെറിയ കുറവ് വരും. പക്ഷെ പശുവിന് യാതൊരു അസുഖമില്ലാത്തത് കൊണ്ട് നമ്മളത് ഒരു അസുഖമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മളത് മറ്റെന്തെങ്കിലും ഒരുപക്ഷെ തീറ്റ കൊടുത്തതിലുള്ള കുറവാണോ, തീറ്റന്റെ ഗുണനിലവാരമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കും. ഇതൊരു അസുഖമുണ്ട്. സമഗ്ര ന്യൂസ്, കുത്തുപറമ്പ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.